നമസ്കാരം. നമ്മളെല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യുന്നവരാണ് അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ഭാരമായിട്ട് തോന്നാറില്ലേ? അല്ലെങ്കിൽ ദിവസവും ഒരേ കാര്യം തന്നെ ചെയ്ത് മടുപ്പ് തോന്നാറുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അതെത്ര ചെറുതായാലും വലുതായാലും എങ്ങനെ ഒരു ഉത്കൃഷ്ടത, ഒരു എക്സലൻസ് കണ്ടെത്താമെന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജോലിയോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും ഒന്ന് ആലോചിച്ച് ഉത്തരം പറയണം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി അത് നിങ്ങൾക്ക് വെറുമൊരു ഭാരമാണോ? അല്ലെങ്കിൽ ഇതാണ് ഞാനെന്ന് ലോകത്തോട് പറയുന്ന നിങ്ങളുടെ ഒരു അടയാളമാണോ അത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരു വലിയ മാറ്റം വരേണ്ടത്. ഈ ഉറവിടം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മികവ് എന്നത് നമ്മൾ എപ്പോഴോ ഒരിക്കൽ ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ശീലമാണ്. നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധയോടെ വളർത്തിയെടുക്കേണ്ട ഒരു ശീലം. ഈ ഒരു ആശയത്തെ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം കർമ്മത്തെ ഒരു ശീലമായി കാണുന്നതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ കർമ്മത്തിലെ നൈപുണ്യം അഥവാ യോഗം എന്താണെന്ന് നോക്കും. അതിനുശേഷം ഏകാഗ്രതയുടെ പങ്ക് എന്താണെന്ന് ചർച്ച ചെയ്യും. അവസാനം നമ്മൾ ചെയ്യുന്ന ജോലി എങ്ങനെ ഒരു ആരാധനയായി മാറും എന്നും നമ്മൾ കാണും. അപ്പോൾ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടിയിലേക്ക് കിടക്കാം. കർമ്മത്തെ ഒരു ശീലമായി കാണുക. കാരണം ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളൊരു സിഗ്നേച്ചർ പോലെയാണ്. അത് ലോകത്തോട് നിങ്ങൾ ആരാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടത്തെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ ജോലി പണമുണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമല്ല, ഒരിക്കലുമല്ല. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു കണ്ണാടിയാണ്. നിങ്ങളൊരു ഇമെയിൽ അയക്കുന്ന രീതിയിലായാലും ഒരാളോട് സംസാരിക്കുന്ന രീതിയിലായാലും നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങൾ എന്ന വ്യക്തി വെളിപ്പെടുന്നുണ്ട്. ഈ ആശയം സത്യത്തിൽ പുതിയതൊന്നുമല്ല. ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു ദാർശനിക പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഭഗവത്ഗീതയിലെ ജ്ഞാനത്തിലേക്കൊന്ന് എത്തിനോക്കാം. ഈ കാണുന്ന പുരാതനമായ ശ്ലോകത്തിലാണ് നമ്മുടെ കർമ്മത്തെ മാറ്റിമറിക്കാനുള്ള താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത്. യോഗഃ കർമ്മസു കൗശലം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും രസകരമായൊരു കാര്യം വരുന്നത്. നമ്മൾ യോഗ എന്ന് കേൾക്കുമ്പോഴേ എന്താ ഓർക്കുക? ചില ആസനങ്ങളും വ്യായാമവുമൊക്കെയല്ലേ? പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ യോഗം എന്ന് പറഞ്ഞാലതല്ല. അതിൻ്റെ അർത്ഥം കർമ്മത്തിലെ നൈപുണ്യം എന്നാണ്. അതായത് ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന ഒരു എക്സലൻസ്. അതിൻ്റെ ഫലം എന്താകും എന്നതിനെക്കുറിച്ച് ടെൻഷനടിക്കാതിരിക്കുക. ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം 100% ശ്രദ്ധ കൊടുക്കുക. അതാണ് കല. ഇതൊരു വളരെ മനോഹരമായ കാര്യമാണ് പറയുന്നതല്ലേ? ഒരു സാധാരണ ജോലി ചിലപ്പോൾ പാത്രം കഴുകുന്നത് പോലെ വളരെ സിമ്പിളായ ഒരു കാര്യമായിരിക്കാം. പക്ഷേ ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ ആ പ്രവൃത്തിയിൽ മാത്രം പൂർണ്ണമായി മുഴുകുമ്പോൾ അതൊരു ധ്യാനം പോലെ അസാധാരണമായ ഒരു അനുഭവമായി മാറും. പക്ഷേ ഈ പറയുന്ന കർമ്മത്തിലെ നൈപുണ്യം നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കുക? അതിൻ്റെ താക്കോൽ ഒരൊറ്റ കാര്യത്തിലാണ്: ഏകാഗ്രത. അതാണ് നമ്മുടെ അടുത്ത ഭാഗം. ഈ ഒരു താരതമ്യം നോക്കൂ, എന്തു ഭംഗിയായിട്ടാണ് കാര്യം മനസ്സിലാക്കി തരുന്നതല്ലേ? നമ്മുടെ മനസ്സ് ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകുമ്പോൾ അതൊരു ടോർച്ചിൽ നിന്നുള്ള വെളിച്ചം പോലെയാണ്. എല്ലായിടത്തും കുറേശ്ശെ വെളിച്ചം കാണും, പക്ഷെ ഒരു ശക്തിയുണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്ന ഫലങ്ങളും സാധാരണയായിരിക്കും. നേരെ മറിച്ച് മനസ്സിനെ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ലേസർ ബീം പോലെയാകും. അതിന് തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്. അസാധാരണമായ എക്സലൻ്റായ റിസൾട്ട്സ് തരാൻ അതിന് കഴിയും. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം: പകുതി മനസ്സോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ഒരിക്കലും മഹത്തരമാകാൻ കഴിയില്ല. യഥാർത്ഥ മികവ് വേണമെങ്കിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ആത്മാവും, ഇവ മൂന്നും നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ഒന്നായി തീരണം. അപ്പോൾ നമ്മൾ ശീലത്തെക്കുറിച്ചും നൈപുണ്യത്തെക്കുറിച്ചും ഏകാഗ്രതയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമ്മൾ ഈ തത്വചിന്തയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി വെറുമൊരു പ്രവൃത്തിയല്ലാതായി മാറുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ജോലിയെ ഒരു സമർപ്പണമായി, ഒരുതരം ആരാധനയായി കാണുക. നിങ്ങൾ ഒരു കോഡ് എഴുതുകയാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിലും അതൊരു ഈശ്വരനുള്ള സമർപ്പണമായി കാണുക. നമ്മുടെ ഉദ്ദേശം മാറുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം തന്നെ അടിമുടി മാറും. ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിരസത അഥവാ ബോറടി എന്നൊന്ന് ഉണ്ടാകില്ല. അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. പകരം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഒരു ദിവ്യത്വം അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ സന്തോഷം കണ്ടെത്താൻ ജോലിയുടെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതാ ജോലിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഈ ഒരു സമീപനം നമ്മുടെ കരിയറിലെ വിജയത്തെയും നമ്മുടെ ആന്തരികമായ സമാധാനത്തെയും ഒരുമിപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണലാകാം, അതേസമയം തന്നെ ജീവിതത്തിൽ ആഴത്തിലുള്ള സംതൃപ്തിയും കണ്ടെത്താം. അതുതന്നെയല്ലേ യഥാർത്ഥ വിജയം? അപ്പോൾ
നമ്മളിന്ന് സംസാരിച്ച ഈ ഉത്കൃഷ്ടതയിലേക്കുള്ള വഴി നമുക്കൊന്നുകൂടി വേഗത്തിൽ ഓർത്തെടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ശീലം വളർത്തുക. രണ്ടാമത്തേത് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്ത് അതിൽ നൈപുണ്യം നേടുക. മൂന്നാമത് മനസ്സിനെ പൂർണ്ണമായി ഏകാഗ്രമാക്കുക. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ചെയ്യുന്ന കർമ്മത്തെ ഒരു ആരാധനയായി കാണുക. അപ്പോൾ മികവിലേക്കുള്ള ഈ വഴി ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നാളെ മുതൽ നിങ്ങളുടെ ജോലിയെ സമീപിക്കുമ്പോൾ ഈയൊരു പുതിയ കാഴ്ചപ്പാട് കൂടെ ഉണ്ടാകുമോ? നിങ്ങളുടെ ഓരോ കർമ്മത്തിലും എങ്ങനെ ആ ദിവ്യത്വം കണ്ടെത്താൻ ശ്രമിക്കും? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത തവണ കാണുന്നതുവരെ നിങ്ങളുടെ കർമ്മങ്ങളിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുക.